ഹായ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ദേവസ്വവുമായി ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻസ് ആണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. എക്സാമിന് മുൻപ് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് നമ്മുടെ ഈ വീഡിയോയിലുള്ളത്. നമ്മുടെ ചാനലിൽ ദേവസ്വവുമായി ബന്ധപ്പെട്ട ധാരാളം വീഡിയോസ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതെല്ലാവർക്കും ഉപകാരപ്പെടുന്നു എന്നറിഞ്ഞതിൽ വളരെ സന്തോഷം. നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, കേരളത്തിലെ ക്ഷേത്രങ്ങളിൽ വച്ച് പൂജയ്ക്ക് മണി അടിക്കാത്ത ക്ഷേത്രം ഏതാണ്? ഓപ്ഷൻസ് ആയിട്ട് വരുന്നത് ആര്യങ്കാവ് ക്ഷേത്രം, എരുമേലി ശാസ്താ ക്ഷേത്രം, ചമ്രവട്ടത്ത് അയ്യപ്പ ക്ഷേത്രം, അകമല ധർമ്മശാസ്താ ക്ഷേത്രം. ആൻസർ ആയിട്ട് വരുന്നത് ചമ്രവട്ടത്ത് അയ്യപ്പ ക്ഷേത്രം. കേരളത്തിലെ ക്ഷേത്രങ്ങളിൽ വച്ച് പൂജയ്ക്ക് മണിയടിക്കാത്ത ക്ഷേത്രമാണ് ചമ്രവട്ടത്ത് അയ്യപ്പ ക്ഷേത്രം. അടുത്ത ക്വസ്റ്റ്യൻ, അത്താഴ പൂജയ്ക്ക് ശേഷം മാത്രം സ്ത്രീകൾക്ക് അകത്തേക്ക് പ്രവേശിക്കുവാൻ അനുവാദമുള്ള ക്ഷേത്രം ഏത്? ഓപ്ഷൻസ് ആയിട്ട് വരുന്നത് ഏറ്റുമാനൂർ ക്ഷേത്രം, തളിപ്പറമ്പ് ക്ഷേത്രം, വൈക്കം ക്ഷേത്രം, വടക്കുംനാഥ ക്ഷേത്രം. ആൻസർ ആയിട്ട് വരുന്നത് തളിപ്പറമ്പ് ക്ഷേത്രമാണ്. അത്താഴപൂജയ്ക്ക് ശേഷം മാത്രം സ്ത്രീകൾക്ക് അകത്തേക്ക് പ്രവേശിക്കുവാൻ അനുവാദമുള്ള ക്ഷേത്രമാണ് തളിപ്പറമ്പ് ക്ഷേത്രം. കണ്ണൂർ ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, തത്വമസി എന്ന പദം ഏത് ഉപനിഷത്ത് വാക്യമാണ്? ഓപ്ഷൻസ് ആയിട്ട് വന്നിരിക്കുന്നത് കഠോപനിഷത്ത്, ചന്ദക്യോപനിഷത്ത്, കേതോ ഉപനിഷത്ത്, തൈത്തരിയോ ഉപനിഷത്ത്. ആൻസർ ആയിട്ട് വരുന്നത് ചന്ദക്യോ ഉപനിഷത്ത്. അടുത്ത ക്വസ്റ്റ്യൻ, ഛന്ദസ് ആദ്യം തൊടുന്നത് എവിടെ നിന്നാണ്? ഓപ്ഷൻസ് ആയിട്ട് വരുന്നത് മുഖം, ഹൃദയം, ശിരസ്, നെറ്റി. ആൻസർ ആയിട്ട് വരുന്നത് ശിരസ്. ആദ്യമായിട്ട് ഛന്ദസിനെ കുറിച്ച് പറയുന്നത് ഋഗ്വേദത്തിലാണ്. ആദ്യമായി തുടങ്ങുന്ന ഛന്ദസ് എന്ന് പറയുന്നത് ഗായത്രി ഛന്ദസ് ആണ്. അപ്പൊ ഗായത്രി ഛന്ദസ്സില് പ്രതീകാത്മകമായിട്ട് ഛന്ദസ് മനുഷ്യ ശരീരത്തോട് ഉപമിച്ചിട്ടുണ്ട്. അതാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. ഛന്ദസ് ആദ്യം തൊടുന്നത് എവിടെ നിന്നാണെന്നുള്ളത്. ഗായത്രി ഛന്ദസ്സില് പ്രതീകാത്മകമായി മനുഷ്യ ശരീരത്തോട് ഉപമിച്ചിരിക്കുന്നു. അങ്ങനെ വരുന്നതാണ് ശിരസ്സായിട്ട് വരുന്നത്. അതും കൂടി ഒന്ന് മനസ്സിലാക്കാൻ വേണ്ടി പറഞ്ഞു എന്നേ ഉള്ളൂ. ദേവസ്വം എക്സാമിന് ചോദിച്ചിട്ടുള്ളത് കൊണ്ടാണ് ഈ ചോദ്യം ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, ചിലന്തിയമ്പലം എന്ന പേരിൽ പ്രസിദ്ധി നേടിയ ക്ഷേത്രം ഏത്? ഓപ്ഷൻസ് ആയിട്ട് വരുന്നത് തിരുവല്ല ശ്രീവല്ലഭ ക്ഷേത്രം, പള്ളിയറ ക്ഷേത്രം, പയ്യന്നൂർ സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രം, എരുമേലി ക്ഷേത്രം. ആൻസർ ആയിട്ട് വരുന്നത് പള്ളിയറ ക്ഷേത്രം. പത്തനംതിട്ട ജില്ലയിലാണ് പള്ളിയറ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. ചിലന്തി അമ്പലം എന്ന പേരിൽ പ്രസിദ്ധി നേടിയ ക്ഷേത്രമാണ് പള്ളിയറ ക്ഷേത്രം. സ്ഥിതി ചെയ്യുന്നത് പത്തനംതിട്ട ജില്ലയിലാണ്. അടുത്ത ക്വസ്റ്റ്യൻ, ഭദ്രകാളിയുടെ മൂലമന്ത്രം ഏത്? ഓപ്ഷൻസ് ആയിട്ട് വരുന്നത് ഓം ഹ്രീ നമ, ഓം ഹ്രീ ഭദ്രകാളിയെ നമ, ഓം ഐം ക്ലീം നൗ ഹ്രീം ഭദ്രകാളിയെ നമ, ഓം ഐം ക്ലീം സൗ നമ. ആൻസർ ആയിട്ട് വരുന്നത് ഓം ഐ ക്ലീം സൗ ഹ്രീം ഭദ്രകാളിയെ നമ. അടുത്ത ക്വസ്റ്റ്യൻ, ഒറ്റക്കൽ മണ്ഡപം സ്ഥിതി ചെയ്യുന്ന ക്ഷേത്രം. ഓപ്ഷൻസ് ആയിട്ട് വരുന്നത് ഗുരുവായൂർ, ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രം, ശബരിമല, ഏറ്റുമാനൂർ. ഒറ്റക്കൽ മണ്ഡപം സ്ഥിതി ചെയ്യുന്ന ക്ഷേത്രം ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രമാണ്. തിരുവനന്തപുരത്താണ് സ്ഥിതി ചെയ്യുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, തൃപ്പൂത്ത് ഉത്സവം നടക്കുന്ന ക്ഷേത്രം ഏത്? തൃപ്പൂത്ത് ഉത്സവം നടക്കുന്ന ക്ഷേത്രം ഏത്? ഓപ്ഷൻസ് ആയിട്ട് വരുന്നത് കുമാരനെല്ലൂർ കാർത്തിയായനി ക്ഷേത്രം, ചെങ്ങന്നൂർ മഹാദേവ ക്ഷേത്രം, ഏറ്റുമാനൂർ ക്ഷേത്രം, വൈക്കം മഹാദേവ ക്ഷേത്രം. തൃപ്പൂത്ത് ഉത്സവം നടക്കുന്ന ക്ഷേത്രമാണ് ചെങ്ങന്നൂർ മഹാദേവ ക്ഷേത്രം. അടുത്ത ക്വസ്റ്റ്യൻ, ചാക്യാർ കൂത്തിന് ഉപയോഗിക്കുന്ന വാദ്യോപകരണത്തിന്റെ പേരെന്ത്? ഓപ്ഷൻസ് ആയിട്ട് വരുന്നത് ചെണ്ട, മന്ദളം, ഇടയ്ക്ക, മിഴാവ്. ആൻസർ ആയിട്ട് വരുന്നത് മിഴാവ്. ചാക്യാർ കൂത്തിന് ഉപയോഗിക്കുന്ന വാദ്യോപകരണമാണ് മിഴാവ്. അടുത്ത ക്വസ്റ്റ്യൻ, തിരുമന്താംകുന്ന് ക്ഷേത്രത്തിൽ വിവാഹ തടസ്സം നീങ്ങുന്നതിനുള്ള മംഗല്യപൂജ നടത്തുന്നത് ഏത് ദേവീദേവന്മാർക്കാണ്? ഓപ്ഷൻസ് ആയിട്ട് വരുന്നത് ഭദ്രകാളി, ചാരമുണ്ട, ഗണപതി, ശ്രീ പാർവതി. ആൻസർ ആയിട്ട് വരുന്നത് ഗണപതി. അടുത്ത ക്വസ്റ്റ്യൻ, പുരാണങ്ങൾ എത്ര? ഓപ്ഷൻസ് ആയിട്ട് വരുന്നത് 24, 64, 52, 18. പുരാണങ്ങൾ നമുക്ക് 18 പുരാണങ്ങളാണ് നമുക്കുള്ളത്. പുരാണങ്ങളുടെ രചയിതാവായിട്ട് കരുതുന്നത് വ്യാസനെയാണ്. നമുക്കറിയാം മഹാഭാരതം വ്യാസമഹർഷി രചിച്ചതാണ്. അതുപോലെ മഹാഭാരതത്തിന് പറയുന്ന മറ്റൊരു പേര് അതും കൂടി ഒന്ന് ഓർത്തിരിക്കണം. ജയസംഹിതയാണ് മഹാഭാരതത്തിന് പറയുന്ന മറ്റൊരു പേര്. 5ാമത്തെ വേദം എന്നറിയപ്പെടുന്നത് മഹാഭാരതമാണ്. മഹാഭാരതത്തെ കുറിച്ചുള്ള അതുപോലെ തന്നെ വേദങ്ങളെ കുറിച്ചും
പുരാണങ്ങളെ കുറിച്ചുമുള്ള വീഡിയോ നമ്മൾ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. കാണാത്തവര് ആ വീഡിയോ കാണുക. അടുത്ത ക്വസ്റ്റ്യൻ, ഏത് മഹാരാജാവിന്റെ കാലത്താണ് ശ്രീ പത്മനാഭ സ്വാമി ടെമ്പിൾ ട്രസ്റ്റ് തുടങ്ങിയത്? ആൻസർ ആയിട്ട് വരുന്നതിലെ ഓപ്ഷൻസ് ശ്രീ ചിത്ര തിരുനാൾ ബാലരാമവർമ്മ, മാർത്താണ്ഡവർമ്മ, ശ്രീമൂലം തിരുനാൾ, സ്വാതി തിരുനാൾ. ആൻസർ ആയിട്ട് വരുന്നത് മാർത്താണ്ഡവർമ്മ. മാർത്താണ്ഡവർമ്മയാണ് തൃപ്പടിദാനം നടത്തിയത് എന്നുള്ളതൊക്കെ നമ്മൾ നേരത്തെ സൂചിപ്പിച്ചിരുന്നതാണ്. അടുത്ത ക്വസ്റ്റ്യൻ, ഗുരുവായൂരിൽ പ്രതിഷ്ഠ നടത്തിയത് ആരാണെന്നാണ് വിശ്വാസം? ഗുരുവായൂർ, ആ പേരിൽ നിന്ന് തന്നെ നമുക്കറിയാം ഗുരുവും വായുവും ചേർന്നതാണെന്ന്. ഇവിടെ ഓപ്ഷൻസ് ആയിട്ട് തന്നിരിക്കുന്നത് വില്ലുമംഗലം സ്വാമിയാർ, ഗുരുവും വായുവും, ഗുരുവും വിഷ്ണുവും, ഗുരുവും ശിവനും. ആൻസർ ആയിട്ട് വരുന്നത് ഗുരുവും വായുവുമാണ്. ഇവിടെ ഓർത്തിരിക്കേണ്ട ഒരു കാര്യം, ഈ ഗുരു എന്ന് ഉദ്ദേശിക്കുന്നത് ആരെയാണ്? ദേവഗുരു ആണ് ഗുരുവായിട്ട് ഉദ്ദേശിക്കുന്നത്. അത് ബൃഹസ്പതിയാണ്. ദേവഗുരു ആരാണെന്നുള്ള ക്വസ്റ്റ്യനും കൂടി ഓർത്തിരിക്കണം. ബൃഹസ്പതിയാണ് ദേവഗുരു. വിഷ്ണു ക്ഷേത്രത്തിൽ എത്ര പ്രദക്ഷിണമാണ് പറഞ്ഞിരിക്കുന്നത്? ഓപ്ഷൻസ് ആയിട്ട് വരുന്നത് 4, 7, 3, 1. ആൻസർ ആയിട്ട് വരുന്നത് 4 ആണ്. നമ്മുടെ ചാനലിൽ മുൻപ് കൊടുത്തിരിക്കുന്ന വീഡിയോയിൽ ദേവന്മാരും പ്രദക്ഷിണങ്ങളും എത്രയാണെന്നുള്ളത് എല്ലാ ദേവന്മാരുടെയും കൊടുത്തിട്ടുണ്ട്. വീഡിയോ കാണാത്തവര് ആ വീഡിയോ കാണുക. അടുത്ത ക്വസ്റ്റ്യൻ, ജ്ഞാനപ്പാനയുടെ രചയിതാവ് ആരാന്നുള്ളതാണ്. ഓപ്ഷൻസ് ആയിട്ട് വന്നിരിക്കുന്നത് മേൽപ്പത്തൂർ, തുഞ്ചത്ത് എഴുത്തച്ഛൻ, പൂന്താനം, കുഞ്ചൻ നമ്പ്യാർ. ആൻസർ ആയിട്ട് വരുന്നത് പൂന്താനമാണ്. അടുത്ത ക്വസ്റ്റ്യൻ, ഉത്സവകാലത്ത് കോഴിക്കല്ല് മൂടുന്ന സമ്പ്രദായം ഏത് ക്ഷേത്രത്തിലാണ്? ഓപ്ഷൻസ് ആയിട്ട് വരുന്നത് കൊടുങ്ങല്ലൂർ ദേവീക്ഷേത്രം, പാറമേക്കാവ് ദേവീക്ഷേത്രം, ആര്യങ്കാവ് ഭഗവതി ക്ഷേത്രം, പട്ടണത്ത് ഭഗവതി ക്ഷേത്രം. ആൻസർ ആയിട്ട് വരുന്നത് കൊടുങ്ങല്ലൂർ ദേവീക്ഷേത്രമാണ്. കൊടുങ്ങല്ലൂർ ദേവീക്ഷേത്രം തൃശൂർ ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, ക്ഷേത്രത്തിന്റെ ശ്രീകോവിൽ മനുഷ്യ ശരീരത്തിലെ ഏത് സ്ഥാനത്തെയാണ് സൂചിപ്പിക്കുന്നത്? ആൻസർ ആയിട്ട് വരുന്നത് ഓപ്ഷൻസ് ആയിട്ട് വരുന്നത് ശിരസ്, മുഖം, ഹൃദയം, പാദം. ആൻസർ ആയിട്ട് വരുന്നത് ഹൃദയമാണ്. പാദം ഏത് ഭാഗത്തെയാണ് സൂചിപ്പിക്കുന്നത്, അതുപോലെ ശിരസ് ഏതാണെന്നുള്ളതൊക്കെ നമ്മുടെ മുൻപിട്ടിരിക്കുന്ന വീഡിയോയിൽ സൂചിപ്പിച്ചിട്ടുണ്ട്. അടുത്ത ക്വസ്റ്റ്യൻ, കേരളത്തിലെ ക്ഷേത്രങ്ങളിൽ എത്ര തരം ഉത്സവങ്ങളെ പറയപ്പെടുന്നു? ഓപ്ഷൻസ് ആയിട്ട് കൊടുത്തിരിക്കുന്നത് 1, 3, 4, 2. ആൻസർ ആയിട്ട് വരുന്നത് 2 ആണ്. അതായത് വാർഷിക ഉത്സവവും ഉണ്ട്, കലശ ഉത്സവവും ഉണ്ട്. അടുത്ത ക്വസ്റ്റ്യൻ, വിഷ്ണുവിന് പ്രാധാന്യമുള്ള നക്ഷത്രം ഏതാണ്? ഓപ്ഷൻസ് ആയിട്ട് വന്നിരിക്കുന്നത് അനിഴം, അത്തം, രോഹിണി, തിരുവോണം. ആൻസർ ആയിട്ട് വരുന്നത് തിരുവോണമാണ്. വിഷ്ണുവിന് പ്രാധാന്യമുള്ള നക്ഷത്രം ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആൻസർ ആയിട്ട് വരുന്നത് തിരുവോണമാണ്. അടുത്ത ക്വസ്റ്റ്യൻ, സ്ത്രീകളുടെ ശബരിമല എന്നറിയപ്പെടുന്ന പ്രസിദ്ധമായ ക്ഷേത്രം ഏതാണ്? ഓപ്ഷൻസ് ആയിട്ട് വരുന്നത് തിരുവൈരാണിക്കുളം ക്ഷേത്രം, പാറമേക്കാവ് ക്ഷേത്രം, കൊടുങ്ങല്ലൂർ ഭഗവതി ക്ഷേത്രം, ആറ്റുകാൽ ഭഗവതി ക്ഷേത്രം. ആൻസർ ആയിട്ട് വരുന്നത് ആറ്റുകാൽ ഭഗവതി ക്ഷേത്രമാണ്, തിരുവനന്തപുരം ജില്ലയിൽ. അടുത്ത ക്വസ്റ്റ്യൻ, കേരളത്തിലെ കഥകളി വഴിപാടായി നടത്തുന്ന ക്ഷേത്രം ഏത്? ഓപ്ഷൻസ് ആയിട്ട് വരുന്നത് ആറന്മുള പാർത്ഥസാരഥി ക്ഷേത്രം, അമ്പലപ്പുഴ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രം, എറണാകുളം ശിവക്ഷേത്രം, തിരുവല്ല ക്ഷേത്രം. ആൻസർ ആയിട്ട് വരുന്നത് തിരുവല്ലം ക്ഷേത്രം. അടുത്ത ക്വസ്റ്റ്യൻ, രാവിലെ ആദ്യം നട തുറക്കുന്ന ക്ഷേത്രം ഏതാണ്? ഓപ്ഷൻസ് ആയിട്ട് വരുന്നത് തിരുമൂഴിക്കുളം ക്ഷേത്രം, ഗുരുവായൂർ ശ്രീകൃഷ്ണ ക്ഷേത്രം, വില്ലേന്ദ്രനാഥ ക്ഷേത്രം, തിരുവാർപ്പ് ശ്രീകൃഷ്ണ ക്ഷേത്രം. ആൻസർ ആയിട്ട് വരുന്നത് തിരുവാർപ്പ് ശ്രീകൃഷ്ണ ക്ഷേത്രം. അടുത്ത ക്വസ്റ്റ്യൻ, രാമായണ മാസം എന്നറിയപ്പെടുന്ന മലയാള മാസം ഏത്? ഓപ്ഷൻസ് ആയിട്ട് വരുന്നത് കർക്കിടകം, വൃശ്ചികം, മീനം, മേടം. ആൻസർ ആയിട്ട് വരുന്നത് കർക്കിടകം. അടുത്ത ക്വസ്റ്റ്യൻ, കേരള കലാമണ്ഡലത്തിന്റെ സ്ഥാപകൻ ആര്? ഓപ്ഷൻസ് ആയിട്ട് വരുന്നത് കുഞ്ചൻ നമ്പ്യാർ, ഉണ്ണായി വാര്യർ, വള്ളത്തോൾ, ഉള്ളൂർ. ആൻസർ ആയിട്ട് വരുന്നത് വള്ളത്തോൾ നാരായണ മേനോൻ. അടുത്ത ക്വസ്റ്റ്യൻ, പന്നിയൂർ ക്ഷേത്രത്തിലെ പ്രധാന പ്രതിഷ്ഠ ഏത് സങ്കല്പത്തിലാണ്? ഓപ്ഷൻസ് ആയിട്ട് വരുന്നത് വരാഹമൂർത്തി, മത്സ്യാവതാര മൂർത്തി, നരസിംഹാവതാര മൂർത്തി, കൂർമാവതാര മൂർത്തി. ആൻസർ ആയിട്ട് വരുന്നത് വരാഹമൂർത്തി. അടുത്ത ക്വസ്റ്റ്യൻ, ഒരു നാലമ്പലത്തിൽ ശിവൻ, ശങ്കരനാരായൺ, വിഷ്ണു എന്നീ ദേവന്മാരെ പ്രധാനമായി പ്രതിഷ്ഠിച്ച ക്ഷേത്രം ഏതാണ്? ഓപ്ഷൻസ് ആയിട്ട് വരുന്നത് കോഴിക്കോട് തളി ക്ഷേത്രം, വടക്കുന്നാഥ ക്ഷേത്രം, തിരുവേഗപ്പുറ മഹാദേവ ക്ഷേത്രം, വൈക്കം മഹാദേവ ക്ഷേത്രം. ആൻസർ ആയിട്ട് വരുന്നത് തിരുവേഗപ്പുറ മഹാദേവ ക്ഷേത്രം. അടുത്ത ക്വസ്റ്റ്യൻ, ഭദ്രകാളി ക്ഷേത്രങ്ങളുടെ മൂലക്ഷേത്രം എന്നറിയപ്പെടുന്ന ക്ഷേത്രം ഏതാണ്? ഓപ്ഷൻസ് ആയിട്ട് വരുന്നത് മാമാനിക്കുന്ന് ഭഗവതി ക്ഷേത്രം, കൊടുങ്ങല്ലൂർ ഭഗവതി ക്ഷേത്രം, മണപ്പിള്ളിക്കാവ് ഭഗവതി ക്ഷേത്രം, പാറമേക്കാവ് ക്ഷേത്രം.
ആൻസർ ആയിട്ട് വരുന്നത് കൊടുങ്ങല്ലൂർ ഭഗവതി ക്ഷേത്രം. തൃശൂർ ജില്ലയിലാണ് കൊടുങ്ങല്ലൂർ ഭഗവതി ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, ഏഴരപ്പൊന്നാന എഴുന്നള്ളിപ്പ് നടത്താറുള്ള കേരളത്തിലെ ക്ഷേത്രം ഏത്? ഓപ്ഷൻസ് ആയിട്ട് വരുന്നത് ഏമൂർക്കാവ് ക്ഷേത്രം, വള്ളിക്കാവ് ക്ഷേത്രം, ഏറ്റുമാനൂർ മഹാദേവ ക്ഷേത്രം, ഉളിയന്നൂർ മഹാദേവ ക്ഷേത്രം. ആൻസർ ആയിട്ട് വരുന്നത് ഏറ്റുമാനൂർ മഹാദേവ ക്ഷേത്രമാണ്. ഏഴരപ്പൊന്നാന എഴുന്നള്ളിപ്പിന് പ്രശസ്തമായ ക്ഷേത്രമാണ് ഏറ്റുമാനൂർ മഹാദേവ ക്ഷേത്രം. അടുത്ത ക്വസ്റ്റ്യൻ, കേരളത്തിലെ ഏറ്റവും വലിയ കൂത്തമ്പലം ഏത് ക്ഷേത്രത്തിലാണ് ഉള്ളത്? ഓപ്ഷൻസ് ആയിട്ട് വരുന്നത് ഗുരുവായൂർ, തിരുനക്കര, വടക്കുന്നാഥ ക്ഷേത്രം, തിരുവാർപ്പ്. ആൻസർ ആയിട്ട് വരുന്നത് വടക്കുന്നാഥ ക്ഷേത്രം. അടുത്ത ക്വസ്റ്റ്യൻ, പറയിപ്പറ്റ പന്തീരുകുലത്തിലെ അവസാനത്തെ അംഗം ദൈവമായി ആരാധിക്കപ്പെടുന്ന ക്ഷേത്രം. ഓപ്ഷൻസ് ആയിട്ട് വരുന്നത് വായില്ല കുന്നിലപ്പൻ ക്ഷേത്രം, വാഴപ്പള്ളി ക്ഷേത്രം, വള്ളിയൂർക്കാവ്, വടംകുറുമ്പക്കാവ്. ആൻസർ ആയിട്ട് വരുന്നത് വായില്ല കുന്നിലപ്പൻ ക്ഷേത്രം. അടുത്ത ക്വസ്റ്റ്യൻ, പഞ്ചവാദ്യങ്ങളിൽ ഉൾപ്പെടുന്ന വാദ്യം ഏത്? പഞ്ചവാദ്യങ്ങളിൽ ഉൾപ്പെടുന്ന വാദ്യം ഏത്? ഓപ്ഷൻസ് ആയിട്ട് തന്നിരിക്കുന്നത് ചെണ്ട, കൊമ്പ്, വയലിൻ, തബല. ആൻസർ ആയിട്ട് വരുന്നത് കൊമ്പാണ് ആൻസർ ആയിട്ട് വരുന്നത്. അപ്പൊ പഞ്ചവാദ്യങ്ങളിൽ ഉൾപ്പെടുന്ന വാദ്യങ്ങൾ ഏതൊക്കെയാണെന്ന് നമുക്ക് അറിഞ്ഞിരിക്കണം. കൊമ്പ് കൂടാതെ ഇടയ്ക്ക, ഇലത്താളം, മന്ദളം, തിമില, ഇതെല്ലാം തന്നെ പഞ്ചവാദ്യങ്ങളിൽ ഉൾപ്പെടുന്ന വാദ്യങ്ങളാണ്. തിമില, മന്ദളം, ഇലത്താളം, ഇടയ്ക്ക, കൊമ്പ്. അപ്പൊ ഇവിടെ കൊമ്പാണ് നമുക്കിവിടെ ആൻസറിൽ കൊടുത്തിരിക്കുന്നത്. അപ്പൊ പഞ്ചവാദ്യങ്ങളിൽ ഉൾപ്പെടുന്ന വാദ്യമാണ് കൊമ്പ്. അടുത്ത ക്വസ്റ്റ്യൻ, മഹാഭാരതത്തിൽ എത്ര പർവങ്ങൾ ഉണ്ട്? ഓപ്ഷൻസ് ആയിട്ട് കൊടുത്തിരിക്കുന്നത് 12, 15, 16, 18. ആൻസർ ആയിട്ട് വരുന്നത് 18 പർവങ്ങളാണ് മഹാഭാരതത്തിൽ ഉള്ളത്. അടുത്ത ക്വസ്റ്റ്യൻ, ആദി ശങ്കരാചാര്യർ സ്ഥാപിച്ച മഠം എവിടെയാണ്? ഓപ്ഷൻസ് ആയിട്ട് വരുന്നത് ദ്വാരക, അയോധ്യ, കാശി, കന്യാകുമാരി. ആൻസർ ആയിട്ട് വരുന്നത് ദ്വാരകയാണ്. നമുക്കറിയാം ആദി ശങ്കരാചാര്യരുടെ ജന്മസ്ഥലം കാലടിയാണെന്നുള്ളത്. എറണാകുളം ജില്ലയിലുള്ള കാലടിയിലാണ് ആദിശങ്കര സ്തൂപമൊക്കെ സ്ഥിതി ചെയ്യുന്നത്. ഇതില് ദ്വാരക സ്ഥിതി ചെയ്യുന്നത് ഗുജറാത്തിലാണ്. ഇത് കൂടാതെ ശങ്കരാചാര്യ സ്ഥാപിച്ച മറ്റ് മഠങ്ങളാണ് ശൃംഗേരിയില്, അതായത് കർണാടകയിൽ ആണ് ഒരു മഠം, ഗോവർദ്ധന മഠം ഒഡീഷയിലുണ്ട്, ജ്യോതിർമഠം ഉത്തരാഖണ്ഡിലുണ്ട്. ഓർത്തിരിക്കുക, ശൃംഗേരി ശാരദാപീഠം കർണാടകയില്, ദ്വാരകാപീഠം ഗുജറാത്തില്, ഗോവർദ്ധന മഠം ഒഡീഷയില്, ജ്യോതിർമഠം ഉത്തരാഖണ്ഡില്. ഇതെല്ലാം തന്നെ ശങ്കരാചാര്യർ സ്ഥാപിച്ച മഠങ്ങളാണ്. അതുപോലെ തന്നെ അദ്വൈത സിദ്ധാന്തത്തിന്റെ ഉപജ്ഞാതാവാണ് ശങ്കരാചാര്യർ. അതും കൂടി ഓർത്തിരിക്കുക. കേരളത്തിൽ ഏറ്റവും കൂടുതൽ ഉപദേവതകളുള്ള ക്ഷേത്രം. കേരളത്തിലെ ഏറ്റവും കൂടുതൽ ഉപദേവതകളുള്ള ക്ഷേത്രം. ഓപ്ഷൻസ് ആയിട്ട് വന്നിരിക്കുന്നത് തിരുവങ്ങൂർ ക്ഷേത്രം, തിരുവഞ്ചിക്കുളം ശിവക്ഷേത്രം, തിരുവഞ്ചിക്കുഴി ശിവക്ഷേത്രം, തിരുവഞ്ചൂർ സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രം. ആൻസർ ആയിട്ട് വരുന്നത് തിരുവഞ്ചിക്കുളം ക്ഷേത്രമാണ്. അത് തൃശൂർ ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, കേരളത്തിലെ ഭരണിപ്പാട്ട് ആചാരമായ ക്ഷേത്രം. ഓപ്ഷൻസ് ആയിട്ട് വരുന്നത് കുറുമക്കാവ്, കൊട്ടാരക്കാവ് ഗണപതി ക്ഷേത്രം, കൊടിക്കുന്ന് ഭഗവതി ക്ഷേത്രം, കൊടുങ്ങല്ലൂർ ഭഗവതി ക്ഷേത്രം. ആൻസർ ആയിട്ട് വരുന്നത് കൊടുങ്ങല്ലൂർ ഭഗവതി ക്ഷേത്രമാണ്. തൃശൂർ ജില്ലയിലാണ് കൊടുങ്ങല്ലൂർ ഭഗവതി ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, ശ്രീനാരായണ ഗുരു പ്രതിഷ്ഠ നടത്തിയ ആദ്യത്തെ ക്ഷേത്രം. ഓപ്ഷൻസ് ആയിട്ട് വരുന്നത് അരുവിക്കര ഭഗവതി ക്ഷേത്രം, അവിട്ടത്തൂർ ശിവക്ഷേത്രം, അരുവിപ്പുറം ശിവക്ഷേത്രം, അരിപ്പറമ്പ് ശിവക്ഷേത്രം. അരുവിപ്പുറം ശിവക്ഷേത്രമാണ് ശ്രീനാരായണ ഗുരു പ്രതിഷ്ഠ നടത്തിയ ആദ്യത്തെ ക്ഷേത്രം. 1888 അരുവിപ്പുറം പ്രതിഷ്ഠ നടന്നത്. 1888 അരുവിപ്പുറം പ്രതിഷ്ഠ നടന്നത്. അവിടുത്തെ പ്രതിഷ്ഠ അതും ചോദിക്കാറുണ്ട്. അരുവിപ്പുറം ക്ഷേത്രത്തിലെ പ്രതിഷ്ഠ ഏതാണെന്നുള്ളത്. ശിവഭഗവാനാണ് അരുവിപ്പുറം ക്ഷേത്രത്തിലെ പ്രതിഷ്ഠ. അതുപോലെ കണ്ണാടി പ്രതിഷ്ഠ നടന്നിരുന്ന സ്ഥലം എവിടെയാണെന്ന് ചോദിക്കാറുണ്ട്. കൂവൻകോട് ക്ഷേത്രമാണ് കണ്ണാടി പ്രതിഷ്ഠ നടന്നിട്ടുള്ള ക്ഷേത്രം. കൂവൻകോട് ക്ഷേത്രം. അടുത്ത ക്വസ്റ്റ്യൻ, ശിവന്റെ വാദ്യമായി കണക്കാക്കുന്നത് ഏത്? ഓപ്ഷൻസ് ആയിട്ട് വന്നിരിക്കുന്നത് ഡമരു, തിമില, മൃദംഗം, മിഴാവ്. ആൻസർ ആയിട്ട് വരുന്നത് ഡമരു ആണ്. ഡമരു ആണ് ശിവന്റെ വാദ്യമായി കണക്കാക്കുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് വിഷ്ണുവിന്റെ ഗദയുടെ പേരെന്ത്?
ഓപ്ഷൻസ് ആയിട്ട് തന്നിരിക്കുന്നത് കൗമോദകി, പാഞ്ചജന്യം, പ്രൗഢീഠം, ദേവദത്തം. ഇതില് വിഷ്ണുവിന്റെ ഗദയുടെ പേരാണ് കൗമോദകി. ഇതിൽ പാഞ്ചജന്യം ശ്രീകൃഷ്ണന്റെ ശംഖിനെയാണ് സൂചിപ്പിക്കുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, അദ്വൈതം എന്ന സിദ്ധാന്തത്തെ വ്യാഖ്യാനിച്ച് സ്ഥാപിച്ച ആചാര്യൻ. ഓപ്ഷൻസ് ആയിട്ട് തന്നിരിക്കുന്നത് ശ്രീനാരായണ ഗുരു, ചട്ടമ്പിസ്വാമികൾ, മന്നത്ത് പത്മനാഭൻ, ശങ്കരാചാര്യർ. ആൻസർ ആയിട്ട് വരുന്നത് ശങ്കരാചാര്യരാണ്. നേരത്തെ ഞാൻ ആ ക്വസ്റ്റ്യന്റെ ആൻസർ സൂചിപ്പിച്ചിരുന്നതാണ്. അടുത്ത ക്വസ്റ്റ്യൻ, കേരളത്തിലെ ഏറ്റവും വലിയ കൂത്തമ്പലം ഏത് ക്ഷേത്രത്തിലാണ് ഉള്ളത്? ഓപ്ഷൻസ് ആയിട്ട് വരുന്നത് ഗുരുവായൂർ, തിരുനക്കര, വടക്കുംനാഥ ക്ഷേത്രം, തിരുവാർപ്പ്. ആൻസർ ആയിട്ട് വരുന്നത് വടക്കുംനാഥ. ഏത് മാസത്തിലാണ് രാമായണ വായന ഭവനങ്ങളിൽ നടക്കുന്നതെന്ന് ചോദിച്ചിട്ടുണ്ട്. അത് കർക്കിടക മാസമാണ് എന്നുള്ളത് ഓർത്തിരിക്കുക. അടുത്ത ക്വസ്റ്റ്യൻ, ഭഗവത്ഗീത മഹാഭാരതത്തിലെ ഏത് പർവ്വത്തിൽ സ്ഥിതി ചെയ്യുന്നു? മഹാഭാരതത്തിലെ ഏത് പർവ്വത്തിലാണ് ഭഗവത്ഗീത സ്ഥിതി ചെയ്യുന്നത് എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. ഓപ്ഷൻസ് ആയിട്ട് വന്നിരിക്കുന്നത് ഭീഷ്മപർവം, ദ്രോണപർവം, കർണപർവം, ആദിപർവം. ആൻസർ ആയിട്ട് വരുന്നത് ഭീഷ്മപർവമാണ്. മഹാഭാരതത്തിലാണ് ഭഗവത്ഗീത ഉൾപ്പെടുന്നതെന്നും കൂടി ഓർത്തിരിക്കുക. ഭഗവത്ഗീത ഏതിലാണ് ഉൾപ്പെട്ടിരിക്കുന്നതെന്നും കൂടി ചോദിക്കാറുണ്ട്. ഭഗവത്ഗീത മഹാഭാരതത്തിലാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, വിവിധ നിറത്തിലുള്ള പൊടികൾ ഉപയോഗിച്ച് ക്ഷേത്രങ്ങളിൽ ദേവീദേവന്മാരുടെ രൂപങ്ങൾ വരയ്ക്കുന്ന സമ്പ്രദായത്തിന്റെ പേര്. ഓപ്ഷൻസ് ആയിട്ട് തന്നിരിക്കുന്നത് മ്യൂറൽ പെയിന്റിങ്, തീയാട്ട്, കളമെഴുത്ത്, ചിത്ര എഴുത്ത്. ആൻസർ ആയിട്ട് വരുന്നത് കളമെഴുത്താണ്. അടുത്ത ക്വസ്റ്റ്യൻ, ശബരിമല ശ്രീ ധർമ്മശാസ്താവിന്റെ തിരുവാഭരണങ്ങൾ സൂക്ഷിക്കുന്ന സ്ഥലം എവിടെയാണ്? ശബരിമല ശ്രീ ധർമ്മശാസ്താവിന്റെ തിരുവാഭരണങ്ങൾ സൂക്ഷിക്കുന്ന സ്ഥലം എവിടെയാണ്? ഓപ്ഷൻസ് ആയിട്ട് വരുന്നത് എരുമേലി ക്ഷേത്രം, പമ്പ ക്ഷേത്രം, പന്തളം കൊട്ടാരം, അച്ചൻകോവിൽ ക്ഷേത്രം. ആൻസർ ആയിട്ട് വരുന്നത് പന്തളം കൊട്ടാരം. അടുത്ത ക്വസ്റ്റ്യൻ, മ്യൂറൽ പഗോഡ എന്നറിയപ്പെടുന്ന ക്ഷേത്രം ഏതാണ്? ഓപ്ഷൻസ് ആയിട്ട് വരുന്നത് ഗുരുവായൂർ ശ്രീകൃഷ്ണ ക്ഷേത്രം, കോഴിക്കോട് തളി ക്ഷേത്രം, ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രം, ചോറ്റാനിക്കര ദേവീക്ഷേത്രം. ആൻസർ ആയിട്ട് വരുന്നത് ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രമാണ് മ്യൂറൽ പഗോഡ എന്ന് വിശേഷിപ്പിക്കുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, ഏറ്റുമാനൂർ മഹാദേവ ക്ഷേത്രത്തിലെ പ്രധാന വഴിപാട് എന്താണ്? ഓപ്ഷൻസ് ആയിട്ട് വന്നിരിക്കുന്നത് നാരങ്ങ വിളക്ക്, കൂവളമാല, രുദ്രാഭിഷേകം, വിളക്ക് തെളിയിക്കൽ. ആൻസർ ആയിട്ട് വരുന്നത് കൂവളമാല. അടുത്ത ക്വസ്റ്റ്യൻ, കേരളത്തിലെ ഏക ദുര്യോധന ക്ഷേത്രം എവിടെ സ്ഥിതി ചെയ്യുന്നു? ഓപ്ഷൻസ് ആയിട്ട് വരുന്നത് കാലടി, തിരുനാവായ, മലനട, അമ്പലപ്പുഴ. ആൻസർ ആയിട്ട് വരുന്നത് മലനടയാണ്, കൊല്ലം ജില്ലയിലാണ്. വളരെ ഇമ്പോർട്ടന്റ് ആയ ഒരു ക്വസ്റ്റ്യൻ ആണ്. കേരളത്തിലെ ഏക ദുര്യോധന ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് മലനടയിലാണ്, കൊല്ലം ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, അമ്പലപ്പുഴ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിലെ പ്രധാന വഴിപാട് എന്താണ്? ഓപ്ഷൻസ് ആയിട്ട് കൊടുത്തിരിക്കുന്നത് ശർക്കര പായസം, പാൽപായസം, പാൽവെണ്ണ, തുളസിമാല. ആൻസർ ആയിട്ട് വരുന്നത് പാൽപായസമാണ്. അടുത്ത ക്വസ്റ്റ്യൻ, വള്ളംകളി ഉത്സവമായിട്ടുള്ള കേരളത്തിലെ ഏക ക്ഷേത്രം. ഓപ്ഷൻസ് ആയിട്ട് വരുന്നത് തൃപ്രയാർ ക്ഷേത്രം, തൃച്ചംബരം ക്ഷേത്രം, ആറന്മുള പാർത്ഥസാരഥി ക്ഷേത്രം, ഗുരുവായൂർ അമ്പലം. ആൻസർ ആയിട്ട് വരുന്നത് ആറന്മുള പാർത്ഥസാരഥി ക്ഷേത്രമാണ്. അടുത്ത ക്വസ്റ്റ്യൻ, ആറ്റുകാൽ പൊങ്കാല ഏത് മാസത്തിലാണ് നടക്കുന്നത്? ഓപ്ഷൻസ് ആയിട്ട് വന്നിരിക്കുന്നത് കുംഭം, മകരം, മീനം, എടവം. ആൻസർ ആയിട്ട് വരുന്നത് കുംഭമാണ്. ആറ്റുകാൽ ദേവീക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് തിരുവനന്തപുരം ജില്ലയിലാണ്. അടുത്ത ക്വസ്റ്റ്യൻ, ദക്ഷിണ കൈലാസം എന്നറിയപ്പെടുന്ന ക്ഷേത്രം ഏത്? ഓപ്ഷൻസ് ആയിട്ട് വന്നിരിക്കുന്നത് കുണ്ടംകുഴി പഞ്ചലിംഗേശ്വര ക്ഷേത്രം, അടൂർ മഹാദേവ ക്ഷേത്രം, വൈക്കം മഹാദേവ ക്ഷേത്രം, തൃശൂർ വടക്കുംനാഥ ക്ഷേത്രം. ആൻസർ ആയിട്ട് വരുന്നത് തൃശൂർ വടക്കുംനാഥ ക്ഷേത്രം. ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഉപകാരപ്പെട്ടു എന്ന് കരുതുന്നു. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അടുത്ത വീഡിയോ കാണുന്നവരേക്കും ഓക്കെ ബൈ. താങ്ക് യു ഫോർ വാച്ചിങ്.